വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഗെയിമിംഗ് ആണോ ഫസീനെയാണോ കൂടുതൽ ഇഷ്ടം? കേക്കട്ടെ. ബാത്റൂമിൽ നിന്ന് പാടിക്കൊടുത്തതാ. കോഴിന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? കോഴിയായിരുന്നല്ലോ പിന്നെ തെറ്റില്ല. എന്തൊരവസ്ഥ പണ്ടാണ് ഇപ്പൊ കോഴിയല്ലോ കേട്ടോ. അതൊക്കെ നമ്മള് പേടിച്ചല്ലേ കൊഞ്ഞനെ കുത്തുന്നു. പ്രണയം എന്താ ഇത്? ഇത് പൈസക്കാർ തിന്നുന്ന പരിപാടിയാണ്. എങ്ങനെ തിന്നണ്ടെന്ന് എനിക്കറിയില്ല. എടുക്കുക മറ്റേ സാധനം എടുക്കും എന്നിട്ട് ബാക്കി എനിക്കറിയില്ല. ഞാൻ ഇത്ര വരെ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടില്ല. ഇടാ സീക്രട്ട് ഒന്നും ഇല്ല. ഞാൻ എല്ലാം പറഞ്ഞു. ശരിക്കും ഒരു സീക്രട്ട് പോലും ഇല്ല. തൊപ്പിക്ക് ഈ ഗേൾസ് മെസ്സേജ് ഒക്കെ അയക്കേണ്ട വസിപ്പോ ഞാനൊരു കലക്ക് എന്റെ കറവച്ചേട്ടാ. തൊപ്പി നമുക്ക് വേണ്ടി തൊപ്പിയും ഫസി എന്തൊക്കെ കാര്യം ചെയ്തു തന്നു. അപ്പൊ നമ്മള് തൊപ്പിക്കും ഫസിക്കും വേണ്ടി നല്ല അടിപൊളിയായിട്ടൊരു ഡിന്നർ ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ആ ഡിന്നറില് ഞാനില്ല. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന എന്താ പറയാ ഒരു സ്നേഹ സമ്മാനം. നിങ്ങൾ സംസാരിക്കുന്നൊക്കെ ഞാൻ പുറത്തുനിന്ന് കേൾക്കും. പോവാണല്ലോ. അടിപൊളി ഒരു കാൻഡിൽ ലൈറ്റിൽ ഡിന്നർ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തുണ്ടാവും. ഓക്കെ പോയിക്കോളൂ. എവിടേക്കാണ്? എവിടേക്കാ? നേരെ പോയിക്കോളൂ. ഇതെങ്ങനെ ഇവർക്കറിയാ എനിക്ക് ലോബ്സ്റ്റർ ഇഷ്ടമാണ്? തിന്നുന്നല്ലേ ഇത്? താഴെ വെക്കണം. ഓ ഞാനും ആലോചിക്കുന്നത് എന്നാ തലയെ കെട്ടാനാ. ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചേ. അയമൂലം കിട്ടുന്നില്ലേ? എന്നാണ് ഇടാ നെയ്ച്ചോറ് ഇറച്ചിക്കറി ഒന്നും ഇല്ലേ? എന്താന്ന് ഇതെല്ലോ സാധനം ഇതെല്ലാം അറാമാന്ന് തോന്നുന്നു. ഇതെല്ലാം എന്താന്ന് സാധനം? ഇതെല്ലാം അറാമ. നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയും പള്ളിച്ചോറായിട്ടും കിട്ടുമെന്ന് നോക്കണം. ഇവിടെ വെക്കുന്നതാണല്ലേ? തിന്നാ എനിക്കറിയൊന്നുമില്ല. ഇത് പൈസക്കാർ തിന്നുന്ന പരിപാടിയാണ്. എങ്ങനെ തിന്നണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലായി. ഇത് റൊട്ടീന്റെ ചാറ് അങ്ങനെ എടുക്കുക. മറ്റേ സാധനം എടുക്കുക എന്നിട്ട് ബാക്കി എനിക്കറിയില്ല. ഞാൻ ഇത്ര വരെ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ട് ബാക്കി എങ്ങനെ എനിക്കറിയില്ല. എല്ലാം അറിയാമോ? ബിസ്മി കൂട്ടാ. ചിയേഴ്സ് വേണ്ട. ബിസ്മില്ല. എങ്ങനെയോ ഇതിന്റെ ഒരു ടെക്നിക്കൽ വശമുണ്ട്. ആദ്യം മുറിച്ചിട്ട് അല്ല. ഇതിൽ ഓപ്ഷൻ എത്ര പൈസ ഉണ്ടാവും? ഈ സാധനത്തിന് എത്ര പൈസ ഉണ്ടാവും? ബ്രോയിന് എത്ര പൈസ ഉണ്ടാവും? 4000 അടങ്ങി ഒറ്റ സാധനത്തിന് 4000 റുപ്യ. 10 ദിവസം ഫുഡ് കഴിക്കാം പൈസക്ക്. ഒരു മാസം കഴിക്കാം വേണമെങ്കിൽ. തിന്നോക്ക്. ഞാൻ കഴിഞ്ഞ കൊണ്ട് തിന്നോട്ടെ. നല്ല ലാസ്റ്റ് സീ ഫുഡ് കഴിച്ചെന്നറിയോ? കഴിഞ്ഞ വർഷം. ഫുഡ് എന്താ ചോദിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും ഞാൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഫേവറേറ്റ് ഫുഡാ ദോശ ചമ്മന്തി മാറ്റാ? അല്ല അതുണ്ട്. പക്ഷെ അല്ലാണ്ട് ഓൾ ടൈം ഫേവറേറ്റ് ഉണ്ട്. ഇത് അറിയില്ല. എന്താ? മക്ഡൊണാൾഡ്സാ. ചായ കിട്ടണല്ലേ? ശരിയായ ചായപ്രാന്തിയാന്ന് ഏറ്റവും പ്രശ്നമുണ്ട്. ചായ കിട്ടിയ ഓക്കെ. നീ കഴിച്ചിട്ടുള്ള ഏറ്റവും വൃത്തിയായിട്ട് ഫുഡ് ഏതാ? ഏറ്റവും വൃത്തിയായിട്ട് ടേസ്റ്റ് ഇല്ലാത്ത ഞാൻ ഏതാ അറിയാം. ഞാൻ ഇതിന്റെ ചെറുത് വന്നിന് ഈ ലോബ്സ്റ്റർ വന്നാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഇതിന്റെ ചെറുത് വന്നാൽ പോയി. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഇവരോടെല്ലാം എഡിയാക്കി. ഫ്രണ്ട്സ് ആരിച്ച് തരൂലെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വന്ന സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഛർദ്ദിക്കാൻ കിട്ടുന്ന സാധനം. ഇതിന്റെ ചെറുത് തീരെ ഉള്ളൂ. ഇത് കുറച്ചെങ്കിലും വായിൽ വെക്കാൻ കൊള്ളുന്നില്ല. ഇതിന്റെ ചെറുത് ഭയങ്കര അവസ്ഥയാണ്.
എനിക്ക് ഇഷ്ടമില്ല. ഞാൻ കഴിച്ചെന്താ അറിയോ, പൊറോട്ട ടേസ്റ്റില്ലാതല്ല, ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കുന്ന ഞാൻ കണ്ട്. ഒരു തട്ടുകടന്ന്, എനിക്ക് തട്ടുകടന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അറിയാണ്ട് അത് കണ്ടുപോയി. നമുക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞ ഇതുപോലെ വരാല്ലേ വീട്ടുകാരൊക്കെ ആയിട്ട്. ഫാമിലി ഡിന്നർ ഡേറ്റ്. നമുക്ക് രണ്ടാക്കും വരാം. ഫാമിലി റെസ്റ്റോറന്റിൽ ഫാമിലി ഡേറ്റിന് ഇത് നമ്മള് രണ്ടാളോ. ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലല്ലേ. എന്താ നോക്കിയതാ ഇതിന്റെ ഒരു അവസ്ഥ എന്താണല്ലേ. ഓ ഇത് ഒറിജിനലാ. പിന്നെ ഇതിന്റെ മീറ്റാ, ഈ സാധനത്തിന്റെ മീറ്റാ നമ്മള് തിന്നുന്നേ. എന്താ ഇഷ്ടല്ല? തട്ടുകട ഇഷ്ടം? ഞാൻ വർഷങ്ങളായിട്ട് തട്ടുകടയും തിന്ന് ശീലിച്ച. ഹലോ ഹലോ ഹലോ, നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി വന്നതാണ് ഞാൻ. എന്തെങ്കിലും പ്രശ്നം? ഞാൻ വിചാരിച്ച ഞങ്ങൾ എന്നെ വിളിക്കുന്നു. ഇത്രയും നേരം ഞാൻ വർത്താനം കണ്ടിട്ടില്ല. അതിന് ശേഷം തന്നെ അവിടെ കണ്ടിട്ടില്ല. നോക്കണ്ടേ എവിടെ വരെ എത്തി? സൂപ്പ് കഴിക്കാം. നിങ്ങൾ ശരിക്കും ഇങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണോ? പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടോ? കുറച്ച് പ്രാവശ്യം പോയില്ല, ഒരു 3-4 വർഷം. നിങ്ങൾ രണ്ടുപേരും പോയി? നമ്മൾ രണ്ടാളായിട്ട് കുറവാ, ഒരു പ്രാവശ്യം പോയിട്ടില്ല. അതെന്താ തൊപ്പി, നിങ്ങൾ ആവശ്യപ്പെടാറുമില്ല, പോവാറുമില്ല? ഫസി പറയല്ല കൊണ്ടുപോവാൻ. ചോദിച്ച് പോണ്ടല്ലോ നിങ്ങൾ ഒറ്റ. അതെ, എന്ത് ഓക്ക് ടൈം ഇട്ടല്ല, അനക്കും ടൈം ഇട്ടല്ല. അതാണോ? നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയൊരു സ്ഥലം എവിടെയാ? ഞങ്ങൾ ഒറ്റക്കാടി പോയിട്ടില്ല. അപ്പൊ എവിടെയും പോയിട്ടില്ലേ? രണ്ടാള് മാത്രമായിട്ട് പോയിട്ടില്ല. അപ്പൊ എവിടെ പോവും? ഫസി ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആളാണോ? ഞാൻ കുക്ക് ചെയ്യൂല. തൊപ്പിക്ക് ഭാവി വധു നല്ല കുക്കൊക്കെ ചെയ്ത് എങ്ങനെയാ കോൺസെപ്റ്റ്, എങ്ങനെയാ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരണം, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഫുഡാണോ? അല്ലെങ്കിൽ എന്താക്കൂ? നൈസ്. തൊപ്പി കുക്ക് ചെയ്യോ? എനിക്ക് ഇച്ചിരി തരാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? സോറി. ഹണിമൂണൊക്കെ എവിടെയും പോവാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മാൽഡീവ്സ്. മാൽദീവ്സ് എനിക്ക് മറ്റേ കൊറേ കടലൊക്കെ ഉള്ള സ്ഥലം. മാൽദീവ്സ് ഇങ്ങനെ ദ്വീപ, ഇന്ത്യയിൽ തന്നെയുള്ള ദ്വീപ. ലക്ഷദ്വീപെല്ലാം പോലെയാ മാൽദീവ്സ്? അല്ല, പുറത്ത് തായ്ലാൻഡെല്ലാം പോലത്തെ അങ്ങനത്തെ സ്ഥലം. പോയിട്ടാണോ? അവിടെയാണോ ഹണിമൂൺ പ്ലാൻ ചെയ്തത്? ഇഷ്ടമില്ല. ഛർദിക്കോ? അപ്പൊ ഛർദിയാന്ന് പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടി വരും. വേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ. ഇത് നോക്കുമ്പോഴേ ഇവിടെ ഒരു ടാറ്റു ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടാണോ? ഞാൻ കുറച്ച് നോക്കട്ടെ. ഇവിടെ തൊപ്പിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും അടിക്കുന്ന സ്വഭാവം ഉണ്ടോ? പിന്നെ എല്ലാ അലാലായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്താ തൊപ്പിന്റെ പേര്? തൊപ്പിക്ക് ഇനി വല്ല എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? കോഴിപ്പീടിയ മറ്റേ ഞാൻ കേട്ടിട്ടുണ്ടാക്കാതാ. ശരിക്കും തുടങ്ങുമോ കോഴിപ്പീടിയ? എന്താ ഫസീന്റെ അഭിപ്രായം? എന്താ കോഴിപ്പീടിയ തുടങ്ങുന്നില്ലേ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. കോഴിക്കൊക്കെ എന്തോ ഒരു ഡിമാൻഡ് അല്ലേ? സത്യം. അപ്പൊ കോഴിപ്പീടിയ പണ്ട് കുറെ കോഴിത്തരം കാണിച്ചിട്ടുള്ളോട്, അതുകൊണ്ടായിരിക്കും. പണ്ടാണ് കൊറേ കാലം ഫസി വരുന്നതിന് മുന്നേ ഒരു തരം കാണിച്ചിരുന്നു. കോഴി പൊളിക്കാൻ ഭയങ്കര ഇഷ്ടം. കോഴീനെ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? കോഴി പൊളിക്കാൻ. കോഴിന്റെ പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ കാലം ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രസമാണ്. കോഴീന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചീത്ത പറയാ? കോഴി ആയിരുന്നല്ലോ, അപ്പൊ പിന്നെ വിളിക്കുന്നതിന് തെറ്റില്ലാതെ. സത്യം. ഇപ്പം കോഴിയല്ല കേട്ടോ. തൊപ്പിക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? സിനിമയിലേക്ക് വിളിച്ചിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ആയി പോയി. എന്തല്ലോ ആയി. ഈ അഭിനയിക്കുമ്പോഴേ ഞാൻ കുറച്ച് നവരസങ്ങളൊക്കെ തന്ന അഭിനയിക്കോ തൊപ്പിയെ? കരുണം, ഹാസ്യം, ഭയാനകം. ഞാൻ പേടിച്ചിട്ടല്ല ബാക്കിയുള്ള പഠിപ്പിക്കലോ. രണ്ടും ചെയ്തോളി. ഞങ്ങളെയും പഠിപ്പിക്കണം, ഞങ്ങളും പഠിക്കണം.
നമ്മള് പേടിച്ചല്ലേ കൊഞ്ഞിനെ കുത്തുന്നു. അല്ല അത് പേടിയാണ്, എനിക്കൊരു പേടിക്കുന്നത്. ഇതിലേതാ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ ഒന്നുകൂടെ പോവാണെങ്കിൽ ഇനി തൊപ്പി പേടിക്കുക എന്താ എറിയാനാണോ? ഇതെന്താ അയലന്തര. പിന്നെ എന്താ ശാന്തം? ശാന്തമാണ്. എന്താ ശാന്തമാണല്ലേ? ഇത് മരിച്ച വീട്ടില് നിങ്ങൾ പിന്നെ എങ്ങനെ ശാന്തം കാണിക്കുക? നീ ഫസിക്ക് വരട്ടെ. ഫസി വലിയതായിട്ട് പറഞ്ഞല്ലോ, ഫസിക്കിട്ട് ഞാൻ കൊടുക്കട്ടെ. അത് കരയാൻ മാത്രമേ ഉള്ളൂ. ആ കരയുന്നുണ്ടല്ലേ? ഫസി അങ്ങനെ പറ്റും. ഫസി പറ പ്രണയം. എന്താണ് നീ ഇത്? തൊപ്പിന്റെ പ്രണയം എങ്ങനെയാ? ഓ എന്നോട് കാണിക്കാൻ പറഞ്ഞതാ. ഞാൻ ചോള് കാണിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഞാൻ ഇത് കിട്ടുന്നില്ല, ഞാൻ ചെയ്യുമ്പോ അത് തിരിച്ചു കിട്ടുന്നുണ്ട്. പ്രണയം മതി മതി. അങ്ങനെയുണ്ട്. നല്ല പ്രണയം തോന്നുന്നു. ഫസിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്തായിരുന്നു? എനിക്കൊരു ഷോപ്പ് തുടങ്ങണം. വേറെ ശരിക്കുള്ള ഒരു ഡ്രീം എന്താ? നിങ്ങൾ രണ്ടാം നീ അതിന് അങ്ങനെ കഴിക്കണം, മംഗലം കഴിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഡ്രീം അല്ലേ? ഇപ്പൊ വീട്ടുകാരൊന്നും സമ്മതിക്കൂല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കും? വീട്ടുകാരെ സമ്മതിപ്പിക്കും നമ്മള്. നോക്കും അതിനകത്ത് എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും വഴി ഉണ്ടാവും, എന്തെങ്കിലും വഴി ഉണ്ടാവും. എല്ലാത്തിനും ഒരു വഴി തെളിയും. എന്തായാലും നമ്മള് പരിചയപ്പെട്ട തന്നെ ഒരു ഭയങ്കര നിമിത്താണ്, മനസ്സിലാ. ബാക്കിയെല്ലാം ഇതിനണക്കായിട്ടുള്ള രീതിയിൽ നടക്കും. എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കലില്ല. എല്ലാം ആ ടൈം ആകുമ്പോൾ നമുക്കൊരു വഴി തെളിയലുണ്ട് എല്ലാ കാര്യത്തിലും. നിങ്ങൾ രണ്ട് വീട്ടുകാരെയും സപ്പോർട്ടോടു കൂടി മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവരാണോ? അങ്ങനെയല്ല, അത് അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം. ഏകദേശം എത്ര വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാനാ പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കൊറേ വർഷങ്ങളൊന്നും എടുക്കൂല എന്തായാലും. ഇൻ കേസ് വീട്ടുകാർ സമ്മതിക്കാതിരുന്ന, കാരണം രണ്ട് വീട്ടിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇൻ കേസ് വീട്ടുകാർ സമ്മതിക്കാതിരുന്ന നിങ്ങൾ കല്യാണം കഴിക്കുമോ? കല്യാണം എന്തായാലും കഴിക്കും. വീട്ടുകാർ നമ്മളെല്ലാം ചെയ്യുന്നത് കുറച്ച് ഡാർക്കല്ലേ? അത് ശരിയാ, ആരും ഡാർക്കല്ലേ? അതെന്തെങ്കിലും ഒരു വഴി അത് വഴി അവരെന്താ സമ്മതിക്കും. ഡെസ്റ്റിനേഷൻ വെഡിങ്. അതെ, എവിടെയായിരിക്കും ഏകദേശം ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നത്? എവിടെയാ? പാരീസ് അങ്ങനെയുള്ള സ്ഥലമില്ലേ വെഡിങ് നടത്താൻ? അവിടുത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. ശരി, കടലിന്റെ നടുന്നൊക്കെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചിട്ട് ആധാർ ഖാനും മജീദ് ഖാനെല്ലാം കൊണ്ട് പാരീസിൽ പോകണമെന്ന് അറിയുന്നേ. ഇത് പാസ്പോർട്ട് പോയിട്ട് ആധാർ കാർഡ് പോലും ഇല്ലാത്തതാണ് ആൾക്കാർ. ഇവരെല്ലാം കൊണ്ട് ഇങ്ങനെ പാരീസിൽ ഒന്നും വേണ്ട. ഈ ഹണിമൂണിനൊക്കെ പോകുമ്പോ സ്ട്രീമിംഗ് ചെയ്യോ? ചെയ്യാലോ, ചെയ്യാം. ഹണിമൂൺ ചെയ്യുമെന്നല്ല ഞാൻ ചോദിച്ചത്. എല്ലാ ഹണിമൂണിന് പോകുമ്പോ സ്ട്രീം ചെയ്യാലോ. നല്ല മാലദ്വീപ്സ് അല്ലേ, നല്ല ലൈവ് ചെയ്യാലോ. ഗെയിമിംഗ് ആണോ ഫസീനാണോ കൂടുതൽ ഇഷ്ടം? കേക്കട്ടെ. രണ്ടും കൂടി എടുക്കാൻ പറ്റില്ല. ഫസി അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ് ഫസി ഗെയിം കളിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യോ? ഒഴിവാക്കും? ഇറലവെന്റ് അല്ലേ ഫസി? ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എനിക്ക് പബ്ജി ഭയങ്കര ഇഷ്ടം, ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് പറയില്ല. പറഞ്ഞാൽ ഒരു പക്ഷെ എന്ത് ചെയ്യുമായിരിക്കും. ഇവള് കൊറേ ഗെയിം കളിക്കാം, ഒരിക്കലും നടക്കാത്ത സംഭവം. ഈ തൊപ്പിക്ക് ഈ ഗേൾസ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഫസി? ഇപ്പൊ മെസ്സേജ് എന്തായാലും വരുമല്ലോ. ഫസീനെ കാണിക്കാറുണ്ടോ അത്? ഫസീനെ എന്തിനാ കാണിക്കുന്നത്? എന്ത് മെസ്സേജ്? എന്ത് മെസ്സേജ്? എന്തെങ്കിലും മെസ്സേജ് അയക്കലുണ്ടാവില്ലേ? എനിക്കും മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അതായത് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. ബെസ്റ്റിയൊക്കെ വേറെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ രണ്ടാളും ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അപ്പൊ എന്തായാലും ഓബിയസ്ലി മെസ്സേജ് വരും. എന്നിട്ടാണോ ബെസ്റ്റ് പറഞ്ഞിട്ട് ലൈവ് ഇടുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നേ? ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് വരുന്ന മെസ്സേജ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇത്ര ഫോർവേഡാ തൊപ്പി? എന്നിട്ട് ബെസ്റ്റിന്റെ കൂടെയുള്ള ഇതൊക്കെ ലൈവ് ഒക്കെ വരുമ്പോ എന്തിനാ അങ്ങനെ പറയുന്നേ? അതെല്ലാം വെറുതെ ആക്കുന്ന. ചങ്ങായിട്ട് എപ്പം ഒരിക്കൽ ഞാൻ എന്തായാലും കമ്പനി ആവും. അത്ര പരിചയമില്ല, അതുകൊണ്ട് ആ ചെങ്ങായി വരണം എന്ന് പറയാം. വീഡിയോ മാത്രമേ ഉള്ളൂ, അതല്ലേ ചങ്ങനെ കാണാൻ പോണ്ടേ? ഞാനൊരു ഡയറി തരട്ടെ, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യോ? ഫസിക്ക് ലാസ്റ്റ് അയച്ച മെസ്സേജ് എന്താ? ഞാനൊരു കലക്ക് എന്റെ കറവച്ചേട്ടാ. അതാര് പാടിയതാ? അറിയാണ്ട് ഒന്ന് പാടുവാ? ഇല്ല, നന്നായി പാടുന്നുണ്ടല്ലോ. ഒറ്റ പ്രാവശ്യം ബാത്റൂമിൽ നിന്ന് പാടിക്കൊടുത്തതാ. മെസ്സേജ്
ലാസ്റ്റ് അയച്ച മെസ്സേജ് വാട്ട് വേർ യു തിങ്കിങ്? എന്താ അതാണ് ലാസ്റ്റ്, അതാണ് ലാസ്റ്റ് അയച്ച മെസ്സേജ്. അതാണ് കേട്ടോ. ഇനി നിങ്ങൾ ലാസ്റ്റ് എടുത്ത സെൽഫി. സെൽഫിയാ? അല്ലാ, ഇത് കുറച്ച് നേരത്തെ എടുത്തേ. നമ്മുടെ സെൽഫി. ഇനി ഒരു ഡയറി കൂടി ഉണ്ട്. ഇതുവരെ തൊപ്പി ഫസീലിന്റെ അടുത്ത് പറയാത്തൊരു സീക്രട്ടും, അതുപോലെ ഫസീൽ തൊപ്പിന്റെ അടുത്ത് പറയാത്തൊരു സീക്രട്ടും. ഞങ്ങൾ പരസ്പരം എല്ലാ സീക്രട്ടുകളും ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഷെയർ ചെയ്യുമ്പോ സീക്രട്ട് പോവില്ലേ? അതെ, സീക്രട്ട് പോവണം. അങ്ങനെ ആദ്യം നീ പറ. നീ ആദ്യം പറ. ഇല്ല, ആദ്യം നീ പറ. ആദ്യം നീ പറ. അതെ അതെ, നമുക്ക് എന്താ പറയാ, ആദ്യം പറയാ. നീ പറ. ലേഡീസ് ഫസ്റ്റ്. ഫസ്റ്റ് പറ. അല്ല, സീക്രട്ട് ഒന്നും ഇല്ല. നീ അതെ നിന്റെ അടുത്ത് ഞാൻ എല്ലാം പറഞ്ഞു. പറയാ എന്തെങ്കിലും ശരിക്കും പറ. ഒരു സീക്രട്ട് പോലും ഇല്ല. ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ. എന്നാ അപ്പത്തേക്ക് തൊപ്പി പറ ഒരു സീക്രട്ട്. ഫസീലിന്റെ അടുത്ത് പറയാത്തൊരു സീക്രട്ട്. കൊറേ ഉണ്ടാവും, കൊറേ ഉണ്ട്. ഇല്ല, കൊറേയൊന്നുമില്ല. സീക്രട്ട് കിട്ടുന്നില്ല. ഓക്കെ, ലാസ്റ്റ് തൊപ്പിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് പറഞ്ഞൊരു കള്ളം. ഫുഡ് കഴിച്ചോന്ന് കഴിച്ചെന്ന് കഴിച്ചോടാ. അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറയോ? സീക്രട്ട് മതി, സീക്രട്ട് മതി. സീക്രട്ട് ഞാൻ തൊപ്പിനോട് ചോദിക്കട്ടെ, അതുപോലെ സമയം തരാം. തൊപ്പി, ഫസി അറിയാത്തൊരു സീക്രട്ട്, അതല്ലെങ്കിൽ ഫസീന്റെ അടുത്ത് പറഞ്ഞൊരു കള്ളം. അത് മതി, അത് മതി. കള്ളം എന്തായാലും പറഞ്ഞില്ല ഇതുവരെ. കള്ള് തരാറില്ല. കള്ളല്ല, സീക്രട്ട്. സീക്രട്ട് ഒന്നിനെ എല്ലാം ലൈവിലുണ്ട്. ഞാനല്ല ലൈവിൽ പറയുന്നത്. അങ്ങനെ സീക്രട്സ് ഒന്നും കീപ്പ് ചെയ്യലില്ലേ. ഫസിക്ക് ഇല്ല. ഞാൻ അത്ര സിൻസിയർ ഗേൾ ഫ്രണ്ടാ. അതെ അതെ അതെ, അങ്ങനെ തന്നെ ആവട്ടെ. സിൻസിയർ ഗേൾ, പ്രൗഡ്. സിൻസിയർ ബോയ് ഫ്രണ്ട് ആവട്ടെ. അപ്പൊ എന്താ പറയാ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഓക്കെ, ബൈ. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.